ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കൂന്തൽ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കൂന്തൽ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയും. ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാം കൂന്തലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 5-6 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു സവാള കട്ട് ചെയ്തെടുത്തത്, 10 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ മീഡിയം സൈസുള്ള 2 തക്കാളി ഞാൻ മിക്സിയിലിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തതാണ്, കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കൂന്തൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിൽ നിന്നും ഈ കൂന്തൽ മാത്രമായിട്ടൊന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ശരിക്കും ഈ കൂന്തലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലാണ് ഉണ്ടായിരിക്കുക. അപ്പം അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിന് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കുന്നത് ഈ ഒരു വെള്ളത്തിലാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂന്തലിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഓവറായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ, ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിന് ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതുപോലെ തന്നെ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി എരിവ് കുറവായിരിക്കും, പക്ഷേ ഒരു നല്ല കളറ് കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഞാനൊരു കാര്യം വിട്ടുപോയിരുന്നു, പച്ചമുളക് ചേർക്കാൻ. അത് 2 എണ്ണം ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കൂന്തൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ടൊന്ന് കുറുകി വരണം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ രുചിയൊക്കെ ഈ കൂന്തലിലേക്ക് വരണം. അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ വരട്ടിയതാണിത്. എന്തായാലും നിങ്ങളിതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ പറ്റൂ.